അനുമോൾ ക്യൂട്ടല്ലേ, കാണാൻ ചേലല്ലേ, ഹൃദയം ജല്ലല്ലേ, കപ്പെടുത്തില്ലേ. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു. ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഈ ചെളി വാരി എറിയുന്നുണ്ട്. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അതിനോട് പറയൊന്നുമില്ല, പറയുന്നവര് പറഞ്ഞോട്ടെ. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. പിന്നെ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എനിക്കൊരു ചുക്കുമില്ല. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ പുറത്തോട്ട് പോകും, അത്രേ ഉള്ളൂ. ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പ് ഞങ്ങൾ തൂക്കും. നടക്കാത്ത കാര്യം കളാ, നടക്കുന്ന കാര്യം ആലോചിക്കും. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വെച്ചിട്ട് പോകുന്നതാണ് ഈ മാമച്ചൻ. എല്ലാവർക്കും പറയാം, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ നെഗറ്റീവ് പറയാം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര്. എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ, മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. തന്നെ ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത്. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരും. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ഒന്നും പറയാനില്ല. കപ്പ് കിട്ടാൻ അർഹത ഇല്ല എന്ന് പറയുന്നവർക്ക് അസൂയയാണ്. കാരണം റീ എൻട്രി ചെയ്ത ആൾക്കാർ അനുവിന്റെ അടുത്ത് സംസാരിച്ചു, അല്ലെ 2 ദിവസം അനുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അനുവിന് എങ്ങനെ ആ സമയത്ത് വോട്ട് കയറുന്നത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എനിക്ക് ആ കാര്യത്തിൽ നന്ദിയുണ്ട് നിങ്ങളോട്. എന്ന് കരുതി എന്റെ മെക്കെട്ടെങ്ങാനും കയറാൻ ശ്രമിച്ച ഈ മൂലം കുഴിയിൽ സഹദേവൻ ആരാന്ന് നിങ്ങൾ അറിയും. ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഇഗ്നോർ ചെയ്ത് വിടുക, പിന്നെ മൈൻഡ് ആക്കരുത്. എന്താ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സന്തോഷം മാത്രമാണ്. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരും. അനുമോൾ ക്യൂട്ടല്ലേ, കാണാൻ ചേലല്ലേ, ഹൃദയം ജല്ലല്ലേ, കപ്പെടുത്തില്ലേ.